അതെന്തായാലും അജയൻ്റേതല്ല. അയാളുടെ ബന്ധുക്കൾ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആ വീട്ടിലുള്ള എല്ലാവരെയും ആ ഫോട്ടോ ഒന്ന് കാണിക്കാം. ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പറയണം. പറയാം സർ. അത് അജയന്റെ മാല അല്ലാത്ത സ്ഥിതിക്ക് ചിലപ്പോ മരണവെപ്രാളത്തിൽ കൊല്ലാൻ ശ്രമിച്ചവരുടെ കഴുത്തിൽ നിന്നും അജയൻ പൊട്ടിച്ചെടുത്തതായിരിക്കും. എന്തായാലും അർച്ചന എല്ലാവരെയും ഒന്ന് കാണിക്കുക കേട്ടോ. എന്നിട്ട് വിളിക്കാം. ശരി സർ. ഓക്കെ. ഹലോ, നീ എവിടെയാ? ഞാൻ ഈ വീട്ടിനകത്തുണ്ട്, ഇറങ്ങിയിട്ടില്ല. നീ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ്? അത് ഇവിടെ വെച്ച് പറയാൻ പറ്റാത്തോണ്ടല്ലേ പുറത്തു വെച്ച് കാണാമെന്ന് പറഞ്ഞത്. നീ വേഗം ഇറങ്ങും, അത്യാവശ്യമാ. ശരി, നീ ആദ്യം പൊയ്ക്കോ. നമ്മൾ ഒരുമിച്ച് ഇറങ്ങിയാ പിന്നെ ആരെങ്കിലും കണ്ട സംശയിക്കും. ശരി ശരി, നീ വേഗം വാ. ധനുഷ്, താനിതിങ്ങോട്ടാ? ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോവാ. എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു, അതിനെ ഞാൻ ഇറങ്ങിയത്. എന്നാ നമുക്ക് ഒരുമിച്ച് പോവാം. അയ്യോ സാർ, ഞാൻ വീട്ടിലൊന്ന് പോയിട്ടേ വരൂ. എന്നാ ധനുഷ് വയ്ക്കോ, ഞാൻ എൻ്റെ വണ്ടി എടുത്തോളാം. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുമായിരിക്കും രണ്ടുപേരും കൂടെ. അതെന്റെ മാലയാണെന്നുള്ളത് അർച്ചനയ്ക്ക് മനസ്സിലായി. ശരിക്കും അവൾ സ്വയം മനസ്സിലാക്കിയൊന്നുമല്ല, അവളുടെ ട്രാപ്പാണെന്നറിയാതെ ഞാൻ തന്നെ സ്വയം സമ്മതിച്ചതാ. നിന്നോട് പല ആവർത്തി ഞാൻ പറഞ്ഞതാ അർച്ചനെ നിസ്സാരമായിട്ട് കാണരുതെന്ന്. അവളൊരു കാര്യത്തെ ഏത് കാര്യത്തെ കൊണ്ട് കൊള്ളിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത കാര്യം. എന്നിട്ട് നീയായിട്ട് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അതെ. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടി നീ, അത് പറയും. രക്ഷപ്പെടാനുള്ള മാർഗം അവള് തന്നെ പറഞ്ഞു തന്നില്ലേ നിനക്ക്? എന്ത്, ഇവിടം വിട്ട് പോകാനോ? അതെ, എല്ലാം കളഞ്ഞിട്ട് ഇവിടം വിട്ട് പോണം. ഇനി തിരിച്ചു വരികയും ചെയ്യരുത്. ഇതാണ് സൊല്യൂഷനെങ്കിൽ നിന്നോട് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? എനിക്ക് തന്നെ അതങ്ങ് ചെയ്താൽ പോരെ? മാല കാണിച്ച് എന്നെ ഭയപ്പെടുത്തി ഇവിടുന്ന് നാട് വിടാൻ പറഞ്ഞതേ അവൾക്ക് എന്നെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ പോകുന്നതോടുകൂടി ഈ വിവാഹം മുടങ്ങുമെന്നതിനപ്പുറത്തേക്ക് മറ്റൊരു സംഭവം കൂടിയുണ്ട്. പിന്നീട് അവന്തിക തനിച്ച. എനിക്ക് 2 ദിവസത്തെ സമയം തന്നതിന് പുറമെ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൾക്ക് വേറെ എന്തോ പദ്ധതി ഉണ്ട് അവന്തിക. എന്നെ ACP കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാമായിരുന്നിട്ടും എന്നെക്കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിക്കാമായിരുന്നിട്ടും അവളത് ചെയ്യാത്തതേ അവള് മറ്റെന്തോ മനസ്സിൽ കണ്ടിട്ട് തന്നെയാ.
അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നത് നിനക്ക് നാശമേ ഉണ്ടാക്കൂ. എന്ത് നാശം ഉണ്ടാവാൻ? അവന്തിക പണ്ടും ഒറ്റയ്ക്കായിരുന്നു, ഇനിയും ഒറ്റയ്ക്ക് തന്നെ മതി. എന്റെ പ്രതികാരവും വാശിയും ഞാൻ തന്നെ തീർക്കും. അത് മറ്റാരും കൂടെ ഇല്ലെങ്കിലും എനിക്കതിന് സാധിക്കും. അത് പണ്ട്. അന്ന് നിന്റെ ഭർത്താവ് നിന്നോടൊപ്പം ഇല്ലായിരുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ടും അയാളുടെ ഓർമ്മകളുമായി അവിടെ കഴിയുന്ന മരുമകളെ സേതുമാധവന് വിശ്വാസമായിരുന്നു. അമ്മയ്ക്ക് പകരമായി നിന്ന് സച്ചിയെയും സന്ദീപിനെയും വളർത്തിയ അവന്തികയെടുത്തിയെ അവർക്ക് ഇഷ്ടവും ബഹുമാനവുമായിരുന്നു. ഈ പറയുന്ന ആനുകൂല്യങ്ങളൊന്നും ഇപ്പം നിനക്കില്ല. എന്തിന്? കൂടപ്പിറപ്പായ അനഘ പോലും ഇന്ന് നിന്റെ ശത്രുവാ. അവന്തികയുടെ സ്ഥിതി ഇപ്പോ വളരെ പരിതാപകരമാ. മറ്റൊരാളുടെ സഹായമില്ലാതെ ആ വീട്ടിലൊരു ചെറു വിരൽ അനക്കാൻ പോലും നിനക്ക് പറ്റില്ല. എന്നെ ഒഴിവാക്കി നിന്നെ അർച്ചനയ്ക്ക് ഒറ്റയ്ക്ക് കിട്ടിത്തുടങ്ങുമ്പോ അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊരു ഊഹമില്ല. ചിലപ്പോ അജയന്റെ കേസിൽ നിന്നെ ഒറ്റയ്ക്ക് പ്രതിയാക്കി ആ കളക്ടർ ശാലിനിയുടെ സഹായത്തോടെ നിന്നെ അകത്തിടാനും അർച്ചനയ്ക്ക് പറ്റും. അതുകൊണ്ട് ഞാനിവിടെ വേണം, ഉണ്ടാവണം. അതിനാദ്യം എന്റെ സ്നേഹയുടെയും വിവാഹം നടത്തണം. 11 ദിവസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്നത് 48 മണിക്കൂറിനുള്ളിൽ നടക്കണം. അർച്ചന പറഞ്ഞ അതേ 48 മണിക്കൂറിനുള്ളിൽ. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും എന്താ നീ എപ്പോഴും വിവാഹത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത്? നിനക്ക് അത്രയ്ക്ക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആദ്യം ഞാൻ പറയുന്നത് എന്താണെന്നും എന്തിനാണെന്നും നീ ഒന്ന് മനസ്സിലാക്ക്. അജയനെ കൊന്നത് നീയും ആ ബോഡി കൊണ്ട് കളഞ്ഞത് ഞാനും. നമ്മൾ ഒന്നും രണ്ടും പ്രതികളാ. ജീവപര്യന്തം ഉറപ്പാ. അതിൽ നിന്ന് രക്ഷപ്പെടാനും കൂടിയാ ഈ വിവാഹം വേഗം നടത്തണമെന്ന് ഞാൻ പറയുന്നത്. ഞാനും സ്നേഹയും വിവാഹം കഴിച്ച ഞാനും ആ കുടുംബത്തിൽ ഒരു അംഗമായി മാറും. പിന്നെ അർച്ചനയ്ക്ക് മാത്രമായി എന്നെ ഒന്നും ചെയ്യാനാവില്ല. ഞാൻ അങ്ങനെ സേഫായി നിൽക്കുന്നിടത്തോളം കാലം നിന്നെ സേഫാക്കാൻ പറ്റും. ഞാൻ സ്നേഹയുടെ കഴുത്തിൽ കെട്ടുന്ന ആ താലിയ ജീവപര്യന്തം കിട്ടാനുള്ള കേസിലെ നമ്മുടെ മുൻകൂർ ജാമ്യം. പിന്നെ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കാൻ പോകുന്നതേ നമ്മളല്ല, അർച്ചനയാ. ജയിലിലല്ല, നെല്ലിശ്ശേരി വീട്ടില്. സേതുമാധവന്റെ മൂത്ത മകന്റെ ഭാര്യയും ഇളയ മകളുടെ ഭർത്താവും ചേർന്ന് കൊടുക്കുന്ന ശിക്ഷ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഞാൻ സ്നേഹയുടെ ഭർത്താവാണെങ്കിലും എന്റെ ഇഷ്ടവും കരുതലും എന്നും അവന്തികയ്ക്ക്. എല്ലാത്തിലും ആധിപത്യം നേടി വിജയിച്ചു മടുക്കുമ്പോ ഒരൊറ്റ തീർപ്പാക്കൽ. മനസ്സിലിടം തന്ന നന്ദൻ മുതൽ സ്നേഹ വരെ തലയും ശരീരവും 2 കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചിടും. എല്ലാവരുടെയും തലയും ഉടലും വെവ്വേറെ കണ്ട് പകച്ചു നിൽക്കുന്ന അർച്ചനയെ നീ കൊല്ലണം. അത് പക്ഷെ എന്റെ പ്രതികാരത്തിന്റെ കാലപ്പഴക്കം വന്ന തുരുമ്പിച്ച വാളുകൊണ്ടല്ല, നമ്മുടെ കുഞ്ഞിനെ നശിപ്പിച്ച എല്ലാവരുടെയും ജീവനെടുക്കാൻ ഞാനെന്നും മൂർച്ച കൂട്ടുന്ന വാൾമന കൊണ്ട്. ഇതാണിപ്പോ എന്റെ മനസ്സിലെ ഏക ആഗ്രഹവും തീരുമാനവും. അല്ലാതെ നീ കരുതി വച്ചിരിക്കുന്ന പോലെ ഒരു ഇഷ്ടവും സ്നേഹയുടെ മേലോ അവിടെയുള്ള ആരുടെ മേലും ധനുഷിനില്ല. നമ്മുടെ പ്രതികാരങ്ങൾ വേറിട്ടതായതുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് പല തീരുമാനങ്ങളും നമുക്ക് എടുക്കേണ്ടി വരും.
എന്റെയും നിന്റെയും മതിമറന്ന ഇഷ്ടം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഞാനും നീയും പലതും കണ്ടില്ലെന്ന് കരുതി കണ്ണടക്കേണ്ടി വരും. അതിന് വൈകാരികതകൾക്ക് സ്ഥാനമില്ല, ലക്ഷ്യങ്ങൾക്കേ ഉള്ളൂ. ഇനി നീ പറയും, ഈ വിവാഹം വേഗത്തിൽ നടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ വിവാഹത്തിൽ അർച്ചന ഉണ്ടാകാനും പാടില്ല. ഞാനെന്നും നിന്നെ വിശ്വസിച്ചിട്ടേ ഉള്ളൂ, അനുസരിച്ചിട്ടേ ഉള്ളൂ. നീ നേരത്തെ പറഞ്ഞതൊക്കെയാണ് ഇനി സംഭവിക്കാനിരിക്കുന്നെങ്കിൽ ഈ വിവാഹം നമുക്ക് നടത്താം. ഇത് നടക്കണമെങ്കിൽ അർച്ചന മാത്രം ഒഴിവായ പോരാ. ഈ വിവാഹത്തിനെതിരെ നിൽക്കുന്ന എല്ലാവരെയും മാറ്റി നിർത്തണം. ആതിര ഹോസ്പിറ്റലായതുകൊണ്ട് വൃന്ദാവനത്തിലുള്ള എല്ലാവരെയും സന്ദീപിനെയും അവിടെ തന്നെ ബ്ലോക്ക് ചെയ്യാം. ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് ആലോചിക്കാം. അതിനൊക്കെ മുമ്പേ അർച്ചന സ്നേഹയെ പറഞ്ഞ് മനസ്സ് മാറ്റാതെ നോക്കണം. സ്നേഹയുടെ മനസ്സൊന്നും മാറില്ല. അതിനുള്ളത് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അർച്ചന നെല്ലിശ്ശേരിയിലെ ഉരുക്ക് വനിതാന്ന് ഞാൻ കളിയാക്കി വിളിച്ചതാണെങ്കിലും അവൾ ഒരു ഉരുക്ക് തന്നെയാ. എന്തു പറഞ്ഞാലും കുലുങ്ങാത്ത ആ ഉരുക്കിനെ ഞാനൊന്ന് ഉലയ്ക്കുന്നുണ്ട്. സർ, ഈ വീട്ടിലെ സ്നേഹ എന്ന് പറയുന്ന ആൾക്കൊരു പാഴ്സൽ ഉണ്ടായിരുന്നു. സ്നേഹമോളെ, സ്നേഹമോളെ, എന്താ അച്ഛാ? സ്നേഹ എവിടെ മോളെ? അവള് അകത്തുണ്ടാവും. എന്താ അച്ഛാ കാര്യം? ദേ, സ്നേഹയ്ക്കൊരു കൊറിയർ ഉണ്ടെന്ന്, അത് വന്ന് വാങ്ങാൻ പറയും. ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊടുത്തോളാം അവക്ക്. ഓക്കെ മാഡം. എന്തോ ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നു. വിവാഹമൊക്കെ അല്ലേ, അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അയച്ചതായിരിക്കും. ആരാച്ച വന്നിട്ട് പോയത്? സ്നേഹയ്ക്കൊരു കൊറിയർ വന്നു, അതിന്റെ ആളാ. ദേ, ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ദാ. എനിക്കെന്തിനാ? ഇത് സ്നേഹിക്ക് വന്നതല്ലേ? അതെ, സ്നേഹിക്ക് വന്നതാ. അയച്ചാള് രണ്ടുപേർക്കും പ്രിയപ്പെട്ടവനായതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണേലും എടുക്കാം. എന്താ പൊട്ടിച്ചു നോക്കുന്നു? ഞാൻ എന്തിനാ നോക്കുന്നേ? അല്ല, രണ്ടുപേർക്കും പ്രിയപ്പെട്ടവന്ന് നീ ആരെ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവാത്തോണ്ടല്ല, ആയില്ല എന്ന് അഭിനയിക്കുന്നു.
ധനുഷും നിങ്ങളും തമ്മിൽ അവിശുദ്ധമായ ഒരു ബന്ധമുണ്ടെന്നുള്ളത് എനിക്കറിയാം. അതേത് പരിധി വരെ ഉണ്ടെന്ന് മാത്രമേ അറിയാതെ ഉള്ളൂ. എന്ത് ബന്ധമായാലും അത് ശരിയല്ല. എങ്കിലും നിങ്ങളായതുകൊണ്ട് ഞാൻ അതിൽ അത്ഭുതപ്പെടുന്നുമില്ല. അതെന്തെങ്കിലും ആവട്ടെ. ദാ, ഈ ഗിഫ്റ്റിലെ ഫ്രം അഡ്രസ് കണ്ടോ? ഡി. പണ്ട് നഴ്സറിയിൽ വായിച്ചു പഠിച്ചു കാണും. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, സി ഫോർ കാറ്റ്, ഡി ഫോർ ഡോഗ് എന്നൊക്കെ. ഈ ഗിഫ്റ്റിൽ കാണുന്ന ഡി ഇല്ലേ, ഒരു ഡോഗ് തന്നെയാ. അതിന്റെ പേര് ധനുഷ് എന്ന. സ്നേഹിക്കൊരു ഗിഫ്റ്റ് വരികയും അതിന്റെ ഫ്രം അഡ്രസ്സിൽ ഡി എന്ന് മാത്രം എഴുതിവിട്ട ഇവിടെയുള്ള ആർക്കും അത് മനസ്സിലാവില്ലെന്ന അത് എഴുതിയ ആ ബുദ്ധിമാനായ ധനുഷിന്റെ വിചാരം. ഇപ്പോ ശരിക്കും ഇതിനകത്ത് എന്താണെന്നറിയാൻ ഒരു കൗതുകം തോന്നുന്നുണ്ടല്ലേ? എന്നാ തുറന്നു നോക്ക്. ഹാർട്ടോ? നിങ്ങളുടേന്ന് കരുതുന്ന ഹാർട്ടല്ലേ അവനിപ്പോ മറ്റൊരു പെണ്ണിന് പാഴ്സൽ അയച്ചിരിക്കുന്നത്? തുറക്ക്, എന്തൊക്കെയാ അതിലെന്ന് അറിയാലോ. കമ്മലോ? ആഹാ, കൊള്ളാലോ. സ്നേഹിക്കിത് നന്നായിട്ട് ചേരും അല്ലേ? ആഹാ, ഇതുണ്ടായിരുന്നോ? ഇതല്പം വിലയുള്ള സാധനമാണല്ലോ. ഇത് കണ്ടറിയാം ധനുഷിന് സ്നേഹയോട് വലിയ ഇഷ്ടമുണ്ടെന്ന്. ഇനി ഇതിലൊന്നുമില്ലേ? ആഹാ, പ്രേമലേഖനമുണ്ടോ? തുറന്ന് വായിച്ചു നോക്ക്. അതിൽ എഴുതിയിരിക്കുന്ന ചിലപ്പോ അവൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിരിക്കും. ഇങ്ങനെ മനസ്സിൽ വായിച്ച ഞാൻ എങ്ങനെ കേൾക്കും? അവർക്ക് വായിക്കുക അല്ലെങ്കിൽ കേട്ടാ ഞാൻ വായിക്കാം. എത്രയും പ്രിയപ്പെട്ട എന്റെ സ്വന്തം സ്നേഹം അറിയുന്നതിന്. ഞാൻ ധനുഷാണ് കേട്ടോ. ഫ്രം അഡ്രസ്സിലെ ഡി കണ്ട് കൺഫ്യൂഷൻ ആയി അല്ലേ? അത് മറ്റാരും അറിയണ്ടെന്ന് കരുതിയാ. ഞാനാണ് ഈ പാഴ്സൽ അയച്ചെന്നറിയുമ്പോ തന്റെ മുഖത്തുണ്ടാവുന്ന ആ ഒരു ചിരിയില്ലേ, അത് നേരിട്ട് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. അത് നടക്കാത്തതാണല്ലോ നമ്മുടെ വിധി. തന്റെ അവന്തികയെടുത്തിയും അർച്ചനയെടുത്തിയും ഒക്കെ നോക്കി നടക്കുവല്ലേ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കി. അതിലേറ്റവും ശല്യം അവന്തികയെടുത്തിയാണ് കേട്ടോ. അവർക്ക് വല്ലാത്ത അഹങ്കാരമാ. ആരോ ആണെന്നാണ് ഭാവം. ഇനി ആരെന്ത് പറഞ്ഞാലും ആരെതിർത്താലും സ്നേഹ ധനുഷിന്റെ സ്വന്താ. ധനുഷ് ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹയായിരിക്കും. ഒരു നിവൃത്തിയുമില്ലെങ്കിൽ നമുക്ക് ഈ നാട് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകാം. പറയാനുള്ളതെല്ലാം ഇനി നേരിട്ടാവാം എന്ന് സ്നേഹയുടെ മാത്രം ധനുഷ്. ഐ ലവ് യു സ്നേഹ, ഐ ലവ് യു സോ മച്ച്. എനിക്ക് വന്ന ഗിഫ്റ്റ് ബോക്സ് തുറന്നു നോക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? അതിന് പൊട്ടിച്ചത് ഞാനല്ലല്ലോ, അവധി എടുത്തിയല്ലേ. ആരായാലും അത് ശരിയായില്ല. ശരിയല്ലെങ്കിലേ നീ പോയി കേസ് കൊടുക്ക്. നിനക്കാരെങ്കിലും ഒരു ഗിഫ്റ്റ് അയച്ചാ അതാരാണെന്ന് വ്യക്തമായിട്ട് എഴുതണം. അല്ലെങ്കിൽ ABCD എന്നൊക്കെ എഴുതിയാലേ
തുറന്നു നോക്കിന്നൊക്കെ വരും. ഞാൻ എഴുതിയിട്ട് അപ്പോഴേ പറഞ്ഞല്ലേ തുറക്കണ്ട, അത് സ്നേഹിക്ക് ഇഷ്ടാവില്ലാന്ന്. ഇപ്പൊ കണ്ടില്ലേ? ഇനിയെങ്കിലും അതൊന്നും കൊടുക്കെടുത്തി. അപ്പൊ ഞാൻ ഊഹിച്ചതൊക്കെ ശരി തന്നെയാ. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞതോടെ ധനുഷിന് സ്നേഹിയോട് വല്ലാത്ത ഇഷ്ടം തോന്നിക്കാണും. അതാണേ ഈ ഗിഫ്റ്റൊക്കെ അയച്ചത്.